എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 2019 ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 പാർട്ട് 1 സൈക്കോളജിയാണ്. അതിലെ ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇന്ന് 4ാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുകയുള്ളൂ. 4ാമത്തെ ചോദ്യം, സ്കീമ എന്നറിയപ്പെടുന്ന നിലവിലുള്ള വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ അറിവുകളെയും അനുഭവങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടും നിലവിലുള്ള വൈജ്ഞാനിക ഘടകത്തിന്റെ പരിവർത്തനം കൊണ്ടുമാണ് അറിവ് രൂപീകരിക്കപ്പെടുന്നത്. ഇത് ആരുടെ വാക്കുകളാണ്? സ്കീമ എന്നറിയപ്പെടുന്ന നിലവിലുള്ള വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ അറിവുകളെയും അനുഭവങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടും നിലവിലുള്ള വൈജ്ഞാനിക ഘടകത്തിന്റെ പരിവർത്തനം കൊണ്ടുമാണ് അറിവ് രൂപീകരിക്കപ്പെടുന്നത്. ഇത് ആരുടെ വാക്കുകളാണ്? ത്രൂ അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ children develop increasingly more advanced and integrated schemas over time. Whose words are these? Jerome S. Bruner, Piaget, Skinner, Vygotsky. ബി ആണ് ഉത്തരം. പിയാഷെ ആണ് ഇങ്ങനെ പറഞ്ഞത്. എന്താണ് പിയാഷെയുടെ സിദ്ധാന്തം? നമുക്ക് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ജീൻ പിയാഷെയെ കുറിച്ച് പറയാം. പിയാഷെയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തം തിയറി ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓർ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയാം. അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തിയറിയാണ്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ലേണിംഗ് ഈസ് എ റിസൾട്ട് ഓഫ് ഇന്ററാക്ഷൻ വിത്ത് ദ എൻവയോൺമെന്റ്. ഒരു വ്യക്തി പ്രകൃതിയുമായിട്ട് നടത്തുന്ന ഇന്ററാക്ഷന്റെ ഫലമായിട്ടാണ് പഠനം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ലേണിംഗ് നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മനുഷ്യന് ബൗദ്ധികമായി അല്ലെങ്കിൽ വൈജ്ഞാനികമായിട്ട് സ്വയം വികസിക്കാനുള്ള ഒരു നൈസർഗികമായ പ്രവണതയുണ്ട്. അതുമൂലം മനുഷ്യൻ പാരിസ്ഥിതിക ചോദ്യങ്ങളുമായി അഥവാ തൻ്റെ ചുറ്റുമുള്ള പരിസ്ഥിതിയുമായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ ആ പരിസ്ഥിതിയിൽ തൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്ന വിജ്ഞാന ശകലങ്ങൾ മനുഷ്യൻ സംസ്കരിക്കുകയും അവയെ സാംശീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വൈജ്ഞാനിക ഘടന, ഒരു കൊഗ്നിറ്റീവ് സ്ട്രക്ചർ മനുഷ്യൻ തൻ്റെ ഉള്ളിൽ കെട്ടിപ്പടുത്തുണ്ടാക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നല്ല സാംശീകരിക്കപ്പെട്ടതും ഒരു സ്ട്രക്ചർ രൂപത്തിൽ കെട്ടിപ്പടുത്തതുമായ എല്ലാ വിജ്ഞാനത്തിന്റെ എല്ലാ അംശങ്ങളും ഉൾപ്പെട്ട ഒരു സമഗ്ര പ്രതിഭാസം എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം കൊഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന പദം പ്രയോഗിക്കുന്നത്. ഇങ്ങനെ ഇത്തരത്തിൽ വൈജ്ഞാനിക വികസനം അഥവാ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത് എങ്ങനെയാണ് എന്നാണ് പിയാഷെയുടെ പഠന സിദ്ധാന്തം വിവരിക്കുന്നത്. പിയാഷെ പറഞ്ഞ ഈ കൊഗ്നിറ്റീവ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. പിയാഷെ ഒരു വ്യക്തിയുടെ മനോഘടനയെ തന്റെ പരിസരവുമായി ബന്ധിപ്പിക്കുന്നത് എങ്ങനെ? ഹൗ ഡസ് പിയാഷെ റിലേറ്റ് ദ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ഓഫ് എ പേഴ്സൺ ടു ഹിസ് എൻവയോൺമെന്റ്? അപ്പോൾ കൊഗ്നിറ്റീവ് സ്ട്രക്ചറും എൻവയോൺമെന്റും തമ്മിൽ എന്ത് ബന്ധമാണ് എന്നാണ് പിയാഷെ പറയുന്നത് എന്ന ചോദ്യം. എ, മനോഘടന സ്വതന്ത്രമായി വികസിക്കുന്നത് അഥവാ ഈ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ എന്നത് സ്വതന്ത്രമായി വികസിക്കുന്നതും പരിസരവുമായി ബന്ധമില്ലാത്തതുമാണ്. അത് ശരിയല്ല. കാരണം അത് രണ്ടാമത്തെ നോക്കാം. മനോഘടന വികസിക്കുന്നത് ചുറ്റുപാടുമായുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ്. അപ്പൊ ബി ആണ് ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. മനോഘടന വികസിക്കുന്നത് ചുറ്റുപാടുമായുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ്. ചുറ്റുപാട് അവനെ ആകർഷിക്കുന്ന കാര്യങ്ങളെ അവൻ സാംശീകരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അങ്ങനെയാണ് അവൻ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ കെട്ടിപ്പടുക്കുന്നത് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചല്ലോ. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. മനോഘടന വികസിക്കുന്നത് ചുറ്റുപാടുമായുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ്. സി വേണമെങ്കിൽ നമുക്ക് സിയും ഡിയും കൂടി നോക്കാം. മനോഘടനയുടെ വികാസം തികച്ചും ഒരു ജൈവ പ്രക്രിയയാണ്. അല്ല, മുകളിൽ സൂചിപ്പിച്ചവ ഒന്നും തന്നെയല്ല. അത് അപ്പോൾ സിയും ഡിയും ശരിയല്ല, എയും ശരിയല്ല. ബി ആണ് മനോഘടന വികസിക്കുന്നത് അഥവാ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ വികസിക്കുന്നത് ചുറ്റുപാടുമായുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് എന്നതാണ് ശരിയായ ഉത്തരം.
മനുഷ്യനിൽ വൈജ്ഞാനികമായ വികസനം നടക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ജീൻ പിയാഷെ ആ സ്റ്റെപ്പുകൾ വിശദീകരിക്കുന്നുണ്ട്. അതിന് പ്രധാനമായും 4 സ്റ്റെപ്പുകളാണ് ഈ ലേണിങ്ങിനുള്ളത്, പഠനത്തിനുള്ളത് എന്നാണ് ജീൻ പിയാഷെ പറയുന്നത്. അതിന് പ്രത്യേകമായ ചില വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. 1 സ്കീമ, 2 അസിമിലേഷൻ, 3 അക്കമഡേഷൻ, 4 ഇക്വിലിബ്രിയം. 1നും 2നും ഇടയിൽ, സ്കീമക്കും അസിമിലേഷനും ഇടയിൽ ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ഘട്ടം കൂടി ഉണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം എന്താണ് ഈ വാക്കുകൾ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന്. ഈ വാക്കുകളുടെ ആശയങ്ങൾ എന്താണ് എന്ന് നമ്മളിപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ മനഃശാസ്ത്ര ഭൂമിക എന്ന ഡോക്ടർ കെ ശിവരാജന്റെ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ആ ഭാഗം അല്പം കട്ടിയുള്ള ഭാഗമാണ്, അഥവാ നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ലളിതമായിട്ട് ഈ കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ലളിതമായ രീതിയിൽ ഞാനതൊന്ന് ചുരുക്കിയിട്ട് പറയാം. ഇവിടെ സ്കീമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്കീമ എന്നതാണല്ലോ ഒന്നാമത്തെ വാക്ക്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴുള്ള അറിവാണ്. 2 ഡിസിക്വിലിബ്രിയം. എന്നോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു, എനിക്കതിന് ഉത്തരം പറയാൻ പറ്റിയില്ല. കാരണം എൻ്റെ സ്കീമയിലുള്ള അറിവ് പോരാ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ. അതുകൊണ്ടാണ് എനിക്ക് ഉത്തരം പറയാൻ പറ്റാതായത്. അപ്പോഴാണ് എന്നിലൊരു ഡിസിക്വിലിബ്രിയം ഉണ്ടാകുന്നത്, അഥവാ എൻ്റെ സമതുലിതാവസ്ഥ നഷ്ടമാവുകയാണ്. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക? ഡിസിക്വിലിബ്രിയം മാറ്റി ഇക്വിലിബ്രിയം കൊണ്ടുവരിക എങ്ങനെയാണ്? അതിനുള്ള 2 മാർഗങ്ങളാണ് അസിമിലേഷൻ, അക്കോമഡേഷൻ. അസിമിലേഷൻ എന്നാൽ എൻ്റെ നിലവിലുള്ള സ്കീമയിലേക്ക്, അഥവാ എൻ്റെ നിലവിലുള്ള അറിവിലേക്ക് ഞാൻ പുതിയ ഐഡിയകളും കൺസെപ്റ്റുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അഥവാ നിലവിലുള്ള സ്കീമ, അഥവാ നിലവിലുള്ള വിവരത്തിന് അനുബന്ധമായിട്ടുള്ള മറ്റുള്ള വിവരങ്ങൾ കൂടിയിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ട് ആ ചോദ്യത്തിന് മറുപടി പറയാൻ ശ്രമിക്കുന്നു. അതാണ് അസിമിലേഷൻ. എന്നാൽ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ ചെയ്യുക, എൻ്റെ നിലവിലുള്ള സ്കീമ മാറ്റി, അഥവാ നിലവിലുള്ള വിവരം മാറ്റിയിട്ട് പുതിയൊരു സ്കീമ നിർമ്മിക്കുകയാണ് ചെയ്യുക. അഥവാ നിലവിലുള്ള വിവരം ശരിയല്ല എന്ന് മനസ്സിലാകുന്നു, അപ്പോൾ അതിന് പകരം ഞാൻ മറ്റൊരു കാര്യം പഠിച്ചെടുക്കുന്നു. അപ്പോൾ നിലവിലുള്ള ധാരണ തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു, അപ്പോൾ ശരിയായ ധാരണ എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നു. അതിനെയാണ് അക്കോമഡേഷൻ എന്ന് പറയുക. അപ്പോൾ ഒന്നുകിൽ അസിമിലേഷൻ വഴി അല്ലെങ്കിൽ അക്കോമഡേഷൻ വഴി ഞാൻ ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുന്നു. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സമതുലിതാവസ്ഥ ഉണ്ടാകുന്നു, സംതൃപ്തി ഉണ്ടായിത്തീരുന്നു. ഇങ്ങനെയാണ് പുതിയ വിവരങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നത്. വൈജ്ഞാനികമായ വികാസം ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് പിയാഷെ പറയുന്നത്. നമ്മുടെ നിലവിലുള്ള വിവരത്തെയാണ് സ്കീമ എന്ന് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ചിലപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യുവാൻ ഒരുപാട് വിവരങ്ങൾ ആവശ്യമായി വരും, അഥവാ സ്കീമകളുടെ ഒരു ശ്രേണി തന്നെ ആവശ്യമായി വരും. അത്തരം സ്കീമകളുടെ ഒരു ശ്രേണിയെയാണ് സ്കീം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരുപാട് ഉപകരണങ്ങൾ കൂട്ടിയിണക്കിയിട്ട് നമുക്കൊരു പരീക്ഷണം നടത്തേണ്ടതുണ്ട് എന്ന് വെക്കുക. അപ്പോൾ ഓരോ ഉപകരണവും എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമുക്കറിയണം. അഥവാ ഇവിടെ ഒരുപാട് സ്കീമകൾ, ഒരുപാട് വിവരങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെ സ്കീമകളുടെ ഒരു ശ്രേണിയെയാണ് സ്കീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ സ്കീമകളും ഈ സ്കീമുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന സ്കീമുകൾ കൂടിച്ചേർന്നാണ് ഒരു വൈജ്ഞാനിക ഘടന, അഥവാ ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഉണ്ടാകുന്നു. നേരത്തെ നമ്മൾ കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഉണ്ടാകുന്നു ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ. അങ്ങനെ മനുഷ്യൻ കോഗ്നിറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ വൈജ്ഞാനിക ഘടനക്ക് ഓരോ മനുഷ്യൻ രൂപം കൊടുക്കുന്നു എന്നൊക്കെ പറയുകയുണ്ടായല്ലോ. അപ്പോൾ അത് ഉണ്ടാകുന്നത് ഈ സ്കീമുകൾ ചേർന്നുകൊണ്ടാണ്. അപ്പോൾ ഒരാളുടെ വൈജ്ഞാനിക ഘടന അഥവാ കോഗ്നിറ്റീവ് സ്ട്രക്ചർ എത്രമാത്രം കാര്യക്ഷമമാണ് എന്ന് തീരുമാനിക്കുന്നത് ആ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ അഥവാ ആ വൈജ്ഞാനിക ഘടനയിൽ എത്ര സ്കീമകളുണ്ട്, അവ എത്രമാത്രം വൈവിധ്യമുള്ളവയാണ്, അതൊക്കെ എത്രമാത്രം ഗുണനിലവാരമുണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരാളുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിന്റെ കാര്യക്ഷമത നിർണ്ണയിക്കുന്നത്. ബോധന പ്രക്രിയയിലൂടെ ഇത്തരത്തിലുള്ള വികസനം എങ്ങനെ കാര്യക്ഷമമാക്കാം എന്നാണ് പിയാഷെ പരിഗണിക്കുന്ന പ്രധാന പ്രശ്നം. ഇത് സംബന്ധമായിട്ടൊരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം സ്കീമുകളുടെ നിർമ്മാണ പ്രക്രിയയാണ് അറിവ് നേടൽ എന്ന് പ്രതിപാദിച്ചതാര്? നോളജ് അക്വിസിഷൻ ക്യാൻ ബി വ്യൂഡ് ആസ് എ പ്രോസസ് ഓഫ് ബിൽഡിംഗ് സ്കീമാസ്. ഹു പോസ്റ്റുലേറ്റഡ് ദിസ് തിയറി? ഇവിടെ
ഉത്തരം എഴുതിയ ആൾ, പരീക്ഷയിൽ ഉത്തരം എഴുതിയിരിക്കുന്നത് ജെറോം എസ് ബ്രൂണർ എന്നാണ്. അതിന് നേരെയാണ് അല്ല ടിക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തെറ്റാണ്. അപ്പൊ ഇത് ആരുടെ സിദ്ധാന്തത്തിൽ എന്ത് പറയുന്നു എന്ന കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ബ്രൂണർ അല്ല അത് പറഞ്ഞത്, ജീൻ പിയാഷെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അപ്പൊ പിയാഷെയാണ് പറയുന്നത് സ്കീമുകളുടെ നിർമ്മാണ പ്രക്രിയയാണ് അറിവ് നേടൽ എന്ന്. അഞ്ചാമത്തെ ചോദ്യം, ഒരു കുട്ടിയുടെ ശാരീരിക വയസ്സും മാനസിക വയസ്സും തുല്യമാണ്. കുട്ടിയുടെ ഐക്യുവിനെ സംബന്ധിച്ച് എന്ത് നിഗമനത്തിൽ എത്താൻ സാധിക്കും? ഒരു കുട്ടിയുടെ ശാരീരിക വയസ്സും മാനസിക വയസ്സും തുല്യമാണ്. കുട്ടിയുടെ ഐക്യുവിനെ സംബന്ധിച്ച് എന്ത് നിഗമനത്തിൽ എത്താൻ സാധിക്കും? The mental age and chronological age of a student are same. What can be inferred from this with regard to the IQ of the student? ശാരീരിക വയസ്സ് എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ ഏജ്, സാധാരണ നമ്മൾ വയസ്സുണ്ടല്ലോ, നമ്മൾ പറയുന്ന സാധാരണഗതിയിൽ പറയുന്ന വയസ്സ്, അതാണ് ശാരീരിക വയസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനസിക വയസ്സിനാണ് മെന്റൽ ഏജ് എന്ന് പറയുന്നത്, മാനസിക വയസ്സ്. അപ്പൊ അത് രണ്ടും ഒരു കുട്ടിയുടേത് തുല്യമാണ്. എങ്കിൽ ആ കുട്ടിയുടെ ഐക്യു എങ്ങനെ ഉണ്ടാകും എന്നാണ് ചോദ്യം. ഐക്യു 130 കൂടുതലായിരിക്കും, ബി ഐക്യു 120 ആയിരിക്കും, സി ഐക്യു 100 ആയിരിക്കും, ഡി ഐക്യു 100 കുറവായിരിക്കും. സി ആണ് ഉത്തരം, ഐക്യു 100 ആയിരിക്കും. ദ ഐക്യു വിൽ ബി 100. അപ്പൊ എന്താണ് ഐക്യു? ശാരീരിക വയസ്സ്, മാനസിക വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാണല്ലോ ഈ കാറ്റഗറി 2-ലെ ഈ അഞ്ചാമത്തെ ചോദ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ നന്നായി പഠിക്കേണ്ടതുണ്ട്. നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം. എന്താണ് ഐക്യു, എന്താണ് ശാരീരിക വയസ്സ്? ഇതൊക്കെ ബുദ്ധി അളക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ പലതും അളക്കാറുണ്ട്, സെന്റിമീറ്റർ, മീറ്റർ സ്കെയിലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ ബുദ്ധിശക്തി അങ്ങനെ അളക്കാൻ സാധിക്കുമോ? ബുദ്ധിശക്തി അങ്ങനെ അളക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. എങ്ങനെയാണ് ബുദ്ധിശക്തി അളക്കുക? അങ്ങനെ ബുദ്ധിശക്തി അളക്കാനുള്ള ആദ്യത്തെ ശ്രമം നടത്തിയത് ആൽഫ്രഡ് ബിനെ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തായ സൈമണിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അങ്ങനെ ബുദ്ധി അളക്കാനുള്ള ശ്രമം നടത്തിയത്. അതിനുവേണ്ടി അദ്ദേഹം ചില ടെസ്റ്റുകളൊക്കെ തയ്യാറാക്കി. അതിനെ ബിനെ സൈമൺ മാപകം അഥവാ ബിനെ സൈമൺ സ്കെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ബുദ്ധി അളക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാക്കിയ ടെസ്റ്റുകളാണ്. ഇങ്ങനെ ചില ടെസ്റ്റുകൾ അദ്ദേഹം തയ്യാറാക്കിയപ്പോൾ അദ്ദേഹം ഏറെ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. അതായത് എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഈ ഒരേ തരം ടെസ്റ്റുകൾ നൽകുന്നത് ശരിയല്ല. കുട്ടികൾക്ക് അല്പം കാഠിന്യം കുറഞ്ഞ ടെസ്റ്റുകളാണ് നടത്തേണ്ടത്. അല്പം കൂടി മുതിർന്നവർക്ക് കുറച്ചുകൂടി കാഠിന്യ നിലവാരം കൂടിയിട്ടുള്ള ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ടെസ്റ്റുകളാണ് നടത്തേണ്ടത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ടെസ്റ്റുകൾ പ്രായത്തിനനുസരിച്ച് പ്രയാസ നിലവാരം ക്രമീകരിച്ച ഇനങ്ങളാണ് അദ്ദേഹം തയ്യാറാക്കിയത്. അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അങ്ങനെ അദ്ദേഹം ചെയ്യാൻ കാരണം അദ്ദേഹം മനസ്സിലാക്കി പ്രായം കൂടുന്തോറും കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളുടെ കാഠിന്യ നിലവാരം വർദ്ധിച്ചു വരും എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ എല്ലാ പ്രായക്കാർക്കും ഒരേ ടെസ്റ്റ് അല്ലാതെ ഓരോ പ്രായത്തിനനുസരിച്ച് കാഠിന്യ നിലവാരം ഇങ്ങനെ കൂടി വരുന്ന ടെസ്റ്റുകളാണ് അദ്ദേഹം തയ്യാറാക്കിയത്. അങ്ങനെ അദ്ദേഹം തയ്യാറാക്കിയ ആ സ്കെയിലിനെയാണ് ബിനെ സൈമൺ സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ആൽഫ്രഡ് ബിനെ മുന്നോട്ട് വെച്ച മറ്റൊരാശയമാണ് മെന്റൽ ഏജ് അഥവാ മാനസിക പ്രായം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹം ബുദ്ധി അളക്കുന്നതിന് വേണ്ടി പല ടെസ്റ്റുകൾ തയ്യാറാക്കിയെന്ന്. അവിടെ അദ്ദേഹം ശ്രദ്ധിച്ച ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ഓരോ പ്രായക്കാർക്കും വേണ്ടി അദ്ദേഹം പ്രത്യേകം ടെസ്റ്റുകളാണ് തയ്യാറാക്കിയത്. 5 വയസ്സുകാർക്ക് വേണ്ടി അദ്ദേഹം ഒരു ടെസ്റ്റ് തയ്യാറാക്കി. അത് 5 വയസ്സുകാർക്ക് പറ്റിയതാണോ എന്ന് അദ്ദേഹം എങ്ങനെയാണ് തീരുമാനിച്ചത്? 5 വയസ്സുകാരായ ഒരു കൂട്ടം കുട്ടികൾക്ക് അദ്ദേഹം ആ ടെസ്റ്റ് നടത്തി. 5 വയസ്സുകാരായ കുറെ കുട്ടികളെ വിളിച്ച് ആ ടെസ്റ്റ് നടത്തി അദ്ദേഹം. അതിൽ 60 മുതൽ 90% വരെ കുട്ടികൾ അത് ശരിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 5 വയസ്സുകാർക്ക് പറ്റിയ ടെസ്റ്റാണ് എന്ന് അദ്ദേഹം നിർണയിച്ചു. അങ്ങനെ ഓരോ പ്രായക്കാർക്കും വേണ്ടി അങ്ങനെയാണ് അദ്ദേഹം ടെസ്റ്റുകൾ തയ്യാറാക്കിയത്. 5 വയസ്സുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ടെസ്റ്റ് ഒരു കുട്ടി ഭംഗിയായി നിർവഹിച്ചാൽ ആ കുട്ടിയുടെ മെന്റൽ ഏജ് 5 ആണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആ കുട്ടിയുടെ മാനസിക പ്രായം 5 ആണ്. കാരണം ആ കുട്ടി 5 വയസ്സുകാർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആ ടെസ്റ്റ് വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ കുട്ടിയുടെ മെന്റൽ ഏജ് 5 ആണ്.
ഇനി 6 വയസ്സുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ടെസ്റ്റ് ഒരു കുട്ടി പാസ്സായാൽ ആ കുട്ടിയുടെ മെന്റൽ ഏജ് 6 ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 5 വയസ്സുകാരുടെ ടെസ്റ്റ് പാസ്സാവുന്ന കുട്ടിക്ക് ഒരു പക്ഷേ 4 വയസ്സേ യഥാർത്ഥത്തിലായിട്ടുണ്ടാകും. ശാരീരിക പ്രായം, നമ്മൾ സാധാരണ വയസ്സ് എന്ന് പറയുന്ന ശാരീരിക പ്രായമുണ്ടല്ലോ, അതൊരു പക്ഷെ 4 വയസ്സായിരിക്കാം. 4 വയസ്സുള്ള ഒരു കുട്ടി 5 വയസ്സുകാർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഈ ടെസ്റ്റ്, ഈ ബുദ്ധി ടെസ്റ്റ് പാസ്സായിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 4 വയസ്സുള്ള കുട്ടിയുടെ മെൻ്റൽ ഏജ് 5 വയസ്സാണെങ്കിൽ ആ കുട്ടി ബുദ്ധിപരമായിട്ട്, അഥവാ ആ കുട്ടിയുടെ ബൗദ്ധിക നിലവാരം ശരാശരിക്കും മുകളിലാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് 5 വയസ്സുകാർക്ക് തയ്യാറാക്കിയിട്ടുള്ള ടെസ്റ്റ് പാസ്സാവാൻ കഴിഞ്ഞില്ല, അവൻ 4 വയസ്സുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ ടെസ്റ്റ് മാത്രമേ പാസ്സാവാൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലോ അവൻ്റെ ബൗദ്ധിക നിലവാരം, ബുദ്ധി നിലവാരം വളരെ പിന്നാക്കമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് അദ്ദേഹം മെൻ്റൽ ഏജ് കണക്കാക്കിയത്. ഇങ്ങനെയാണ് ഓരോരുത്തരുടെയും ബൗദ്ധിക നിലവാരം അദ്ദേഹം കണക്കാക്കിയത്. ബുദ്ധിമാനം അഥവാ ഇന്റലിജൻസ് ക്വോഷ്യന്റ്, IQ, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കേട്ടറ്റ് പരീക്ഷയിൽ നിരവധി ചോദ്യങ്ങൾ ഈ വിഷയമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മളത് പഠിക്കണം. സ്റ്റേൺ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ ആശയം, ഇന്റലിജൻസ് ക്വോഷ്യന്റ് എന്ന ആശയം ആവിഷ്കരിക്കുന്നത്. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആശയം ആവിഷ്കരിച്ചത്? നേരത്തെ ആൽഫ്രഡ് ബിനെയുടെ മെന്റൽ ഏജ് എന്ന ആശയത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ആ മെന്റൽ ഏജിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ബുദ്ധി അളക്കുന്നതിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. കാരണം 2 കുട്ടികളുടെ മെന്റൽ ഏജ് ഒന്ന് തന്നെയാണ് എന്ന് വെക്കുക. 2 കുട്ടികളുടെ മെന്റൽ ഏജ് 5 ആണ് എന്ന് സങ്കല്പിക്കുക. പക്ഷെ പിന്നെ അവരുടെ പ്രായം, ശാരീരിക പ്രായം നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരാൾ ബുദ്ധിമാന്ദ്യമുള്ളവനും ഒരാൾ മഹാബുദ്ധിശാലിയുമായി മാറുന്നതായി കാണാൻ സാധിക്കും. അഥവാ 5 വയസ്സുകാരുടെ ടെസ്റ്റ് പാസ്സായവൻ ശാരീരിക പ്രായം 4 ആയിട്ടേ ഉള്ളുവെങ്കിൽ അവൻ മഹാബുദ്ധിശാലിയാണ്. എന്നാൽ അവന് ശാരീരിക പ്രായം 7 ആയിട്ടുണ്ടെങ്കിൽ അവനൊരു ബുദ്ധിമാന്ദ്യമുള്ളവനുമാണ്. ഇങ്ങനെയാണ് ആൽഫ്രഡ് ബിനെയുടെ ആ രീതി, ആൽഫ്രഡ് ബിനെ നടത്തിയിട്ടുള്ള ടെസ്റ്റുകളിലൂടെ സംഭവിച്ചത്. അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നിന്നും സ്റ്റേൺ മനസ്സിലാക്കിയ കാര്യം, ഇങ്ങനെ ബുദ്ധി നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമായിട്ട് മെന്റൽ ഏജിനെ മാത്രമായിട്ട് പരിഗണിക്കുന്ന രീതി ശരിയല്ല. അതുകൊണ്ടാണ് ഇന്റലിജൻസ് ക്വോഷ്യന്റ് എന്ന് പറയുന്ന ഒരു ആശയം സ്റ്റേൺ ആവിഷ്കരിക്കുന്നത്. എന്താണ് ഇന്റലിജൻസ് ക്വോഷ്യന്റ്? അത് ഒരാളുടെ മാനസിക പ്രായത്തിൻ്റെ അഥവാ മെന്റൽ ഏജിൻ്റെയും അതോടൊപ്പം ശാരീരിക പ്രായത്തിൻ്റെയും അഥവാ ക്രോണോളജിക്കൽ ഏജിൻ്റെയും അംശബന്ധത്തെ ശതമാന രൂപത്തിലാക്കിക്കൊണ്ടുള്ള ഒരു സംഗതിയാണ് ഇന്റലിജൻസ് ക്വോഷ്യന്റ്. അപ്പോൾ എന്താണ് ഇന്റലിജൻസ് ക്വോഷ്യന്റ് എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ചുരുക്കി പറഞ്ഞാൽ മെന്റൽ ഏജിൻ്റെയും ക്രോണോളജിക്കൽ ഏജിൻ്റെയും അംശബന്ധത്തെ ശതമാന രൂപത്തിലാക്കുന്നതാണ് ഇന്റലിജൻസ് ക്വോഷ്യന്റ്. അപ്പോൾ IQ എങ്ങനെയാണ് അളക്കുക? അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. MA/CA × 100, അഥവാ MA എന്നാൽ മെന്റൽ ഏജ്, മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ ശാരീരികമായ വയസ്സ്. സാധാരണ നമ്മൾ വയസ്സ് എന്ന് പറയുന്ന വയസ്സാണ് CA, ക്രോണോളജിക്കൽ ഏജ്, × 100. അതിനെ 100 കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ മെന്റൽ ഏജ് 5 ആണെന്ന് വിചാരിക്കുക. 5 വയസ്സുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ ടെസ്റ്റ് ആ കുട്ടി പാസ്സാകുമ്പോൾ ആ കുട്ടിയുടെ മെന്റൽ ഏജ് 5 ആണെന്ന് പറയും. അങ്ങനെ ആ ടെസ്റ്റാണ് ആ കുട്ടിക്ക് പാസ്സാകാൻ കഴിഞ്ഞത്. 6 വയസ്സുകാർക്ക് പാസ്സാവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ കുട്ടിയുടെ മെന്റൽ ഏജ് 5 ആണ്. മെന്റൽ ഏജ് 5 ആണ്, മാനസിക പ്രായം. അത് ആദ്യം എഴുതും. ശേഷം അതിൻ്റെ താഴെ ബൈ ആ കുട്ടിയുടെ യഥാർത്ഥ ശാരീരിക വയസ്സ് എഴുതും. അത് 4 ആണ് എന്ന് കരുതുക. അപ്പോൾ 5/4 × 100. അപ്പോൾ 500/4 എന്നാണ് അത് വരിക. 500/4. 500/4 എന്ന് പറഞ്ഞാൽ എത്ര? 125. അപ്പോൾ ആ കുട്ടിയുടെ IQ 125 ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഒരു കുട്ടിയുടേത് 5 വയസ്സ്, ശാരീരിക പ്രായം 5 വയസ്സാണ്, മെന്റൽ ഏജും 5 വയസ്സാണെങ്കിൽ 5/5 × 100. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് കിട്ടുക ആ കുട്ടിയുടെ IQ 100 ആണ് എന്നാണ്. അപ്പോൾ 500/5 എന്നാണല്ലോ. അപ്പോൾ അത് 100 എന്നാണ് കിട്ടുക.
അപ്പോൾ ഇങ്ങനെയാണ് IQ തയ്യാറാക്കുക. അപ്പോൾ IQ എങ്ങനെയാണ് കാണുക എന്ന ഈ ഇക്വേഷൻ, ഈ സൂത്രവാക്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അത് സംബന്ധമായിട്ട് നിരവധി ചോദ്യങ്ങൾ കേട്ടറ്റ് പരീക്ഷയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ MA/CA × 100. അപ്പോൾ അത് CA എന്നുള്ള മുകളിലായി പോവരുത്, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെയാണ് പരീക്ഷയിൽ തെറ്റുകൾ സംഭവിക്കാറുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. MA/CA മെൻ്റൽ ഏജ് ആണ് മുകളിൽ എഴുതേണ്ടത്, ക്രോണോളജിക്കൽ ഏജ് അതിൻ്റെ താഴെ × 100. 2016 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേഡറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നമുക്ക് നോക്കാം. 2016 ചോദ്യമാണ് ഈ ചോദ്യം നമുക്കറിയാം. 2016 മാത്രമേ ഒരുപക്ഷെ ഇത് ശരിയാവുകയുള്ളൂ. ഇപ്പോൾ 2018 ധാരണ വെച്ച് നമ്മൾ ഇത് എഴുതിയാൽ ശരിയാവുകയില്ല. നോക്കാം. 1986 ജനുവരിയിൽ ജനിച്ച സതീഷിൻ്റെ മാനസിക വയസ്സ് 30 ആയാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ IQ എത്രയാണ്? അപ്പോൾ 1986 ജനിച്ചത്, അദ്ദേഹത്തിന് മാനസിക വയസ്സ് 30 ആണ്. അപ്പോൾ ഇപ്പോഴത്തെ IQ എത്രയാണ് എന്നാണ് കാണേണ്ടത്. 2016 ചോദ്യം ചോദിക്കുന്നത്. എന്താണ് ഇത് കാണാനുള്ള IQ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മെൻ്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ്, അഥവാ MA/CA × 100. അതാണല്ലോ ഇക്വേഷൻ. മെൻ്റൽ ഏജ് 30 ആണ്. അപ്പോൾ ശാരീരിക വയസ്സോ, സാധാരണ വയസ്സ് എന്ന് നമ്മൾ പറയുന്ന ശാരീരിക വയസ്സ് എത്രയാണ്? 86 ജനിച്ചത്. അപ്പോൾ 96, 2006, 2016 30 വയസ്സാണ്. അപ്പോൾ 30/30 × 100 അങ്ങനെയാണ് IQ കാണുക. അത് നമ്മൾ ചെയ്തു നോക്കിയാൽ 100 എന്നാണ് ഉത്തരം കിട്ടുക. അപ്പോൾ A എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇത് 2016 ചോദ്യമാണ് എന്ന കാര്യം നമ്മൾ ഓർത്തില്ല എങ്കിൽ ഈ ഉത്തരം കണ്ടെത്താൻ വലിയ പ്രയാസം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ അന്ന് ഉദ്ദേശിച്ച 100 എന്ന ഉത്തരമല്ല ഇന്ന് കിട്ടി. ഇതിപ്പോൾ 2018 ആയല്ലോ, അയാൾക്ക് 32 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ 30/32 × 100 എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളത് ചെയ്യേണ്ടി വരിക. 2019 ആയി. അപ്പോൾ അയാൾക്ക് 33 വയസ്സായിട്ടുണ്ടാകും. അതുകൊണ്ട് 30/33 × 100 എന്ന് എഴുതേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഈ നൽകിയിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ശരിയായ ഉത്തരം ഒരുപക്ഷെ ഇല്ല എന്ന് വന്നേക്കാം. എല്ലാ വർഷം പ്രധാനപ്പെട്ടതാണല്ലോ വയസ്സ്. അതുകൊണ്ട് തന്നെ 2016 ചോദ്യമാണ് എന്ന നിലക്ക് തന്നെയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഉത്തരം 100 ആണ്. A ആണ് ശരിയായ ഉത്തരം. മറ്റൊരു കേട്ടറ്റ് പരീക്ഷയിലെ ചോദ്യം. മീര, റാണി എന്നിവർ 12 വയസ്സുള്ള കുട്ടികളാണ്. അവരുടെ മാനസിക വയസ്സ് 8, 12 എന്നീ ക്രമത്തിലാണ്. അഥവാ മീരയുടെ മാനസിക വയസ്സ് 8, റാണിയുടെ മാനസിക വയസ്സ് 12. രണ്ടാളുടെയും യഥാർത്ഥ ശാരീരിക വയസ്സ് 12 തന്നെയാണ്. പക്ഷെ മീരയുടെ മാനസിക വയസ്സ് 8 ആണ്, റാണിയുടേത് 12 ആണ്. അപ്പോൾ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ എങ്ങനെ വിശദീകരിക്കാം? അവരുടെ IQവിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ വിശദീകരിക്കാം എന്നാണ് ചോദിക്കുന്നത്. മീരയുടേത് ശാരീരിക വയസ്സ് 12, മെൻ്റൽ ഏജ് 8. അവർ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് മീര. റാണി ശാരീരിക വയസ്സും 12, മെൻ്റൽ ഏജും 12. അപ്പോൾ അവർ ശരാശരിയാണ്, ആവറേജ് ആണ്. അപ്പോൾ ശാരീരിക വയസ്സ് 12ഉം മെൻ്റൽ ഏജ് 13ഉം ആണെങ്കിൽ അവർ ശരാശരിക്ക് മേലെയാണ് എന്ന് പറയാം. പക്ഷേ ഇവിടെ രണ്ടും 12 ആയതുകൊണ്ട് അവർ ശരാശരിയാണ്, ആവറേജ് ആണ്. മീര 12 വയസ്സിനേക്കാൾ താഴെയാണ് അവരുടെ മാനസിക ഏജ്. ശാരീരിക വയസ്സ് 12 ആണ്, അതിനേക്കാൾ താഴെ 8 ആണ് അവരുടെ മാനസിക വയസ്സ് എന്നുള്ളത് കൊണ്ട് അവർ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ C എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. മാനസിക വെല്ലുവിളി നേരിടുന്ന ശരാശരി. ഇനി ബുദ്ധി നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കുന്നത് എങ്ങനെ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വ്യക്തികളെ അവരുടെ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ IQവിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴായി നടന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് ടെർമാൻ എന്ന ശാസ്ത്രജ്ഞൻ നടത്തിയിട്ടുള്ള വർഗീകരണം. അതാണ് നമ്മൾ പറയുന്നത് ടെർമാൻ എന്ന ശാസ്ത്രജ്ഞൻ നടത്തിയിട്ടുള്ള IQവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വർഗീകരണമാണ്. നമുക്ക് പരിശോധിക്കാം. ഇത് മനഃപ്പാഠമാക്കേണ്ടതുണ്ട്. ഇതിൽ പറയുന്ന ഈ
കോളത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും നമ്മൾ മനഃപ്പാഠമാക്കണം. അത് സംബന്ധമായി കൊണ്ടുള്ള ചോദ്യങ്ങൾ കേട്ടൽ പരീക്ഷയിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. IQ 140 അതിന് മുകളിലോ ആണെങ്കിൽ ആ വ്യക്തി പ്രതിഭാശാലി എന്നാണ്, ആ ഗണത്തിലാണ് ഉൾപ്പെടുക. ജീനിയസ് എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നവർ 140 മുകളിൽ IQ ഉള്ളവരാണ് ജീനിയസ്. IQ 120 139 ഇടയിലാണെങ്കിൽ അയാൾ വെരി സുപ്പീരിയർ അഥവാ അതിബുദ്ധിമാൻ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. IQ 110 119 ഇടയിലാണെങ്കിൽ അയാൾ ബുദ്ധിമാനാണ്, സുപ്പീരിയർ ആണ്. 90 109 ഇടയിലാണ് അയാൾ IQ എങ്കിൽ അയാൾ ആവറേജ് ആണ് അഥവാ ശരാശരിക്കാരനാണ്. 80 89 ഇടയിലാണ് IQ എങ്കിലോ അയാൾ ബുദ്ധി കുറഞ്ഞവനാണ്, ഡള്ളാണ്, ഡള്ള്. 70 79 ഇടയിലാണ് IQ എങ്കിൽ അയാൾ അതിർരേഖയിലുള്ളവനാണ് അഥവാ ബോർഡർ ലൈനിലുള്ളവൻ അഥവാ അതിർ രേഖയിലുള്ളവൻ എന്നാണ് അയാളെ കുറിച്ച് പറയുക. ആ ഗണത്തിലാണ് അയാൾ ഉൾപ്പെടുക. എന്നാൽ IQ 70 താഴെയാണെങ്കിൽ അയാൾ മന്ദബുദ്ധിയാണ്, ഫീബിൾ മൈൻഡഡ് ആണ്. ഈ മന്ദബുദ്ധികളെ തന്നെ നമുക്ക് 3 വിഭാഗങ്ങളായിട്ട് വേർതിരിക്കാം. അതാണ് IQ 50 69 ഇടയിലാണെങ്കിൽ അയാൾ മോറോൺസ് എന്ന ഗണത്തിലാണ്, മോറോൺസ്. എന്നാൽ IQ 25 49 ഇടയിലാണെങ്കിലോ അയാൾ ഇംബസൈൽസ് എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക, ഇംബസൈൽസ്. 25 താഴെയാണെങ്കിൽ അയാൾ ഇഡിയറ്റ്സ് എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. അപ്പൊ മോറോൺസ്, ഇംബസൈൽസ്, ഇഡിയറ്റ്സ് എന്നിവ മന്ദബുദ്ധികളുടെ 3 ഗ്രൂപ്പാണ്. അവരെ 3ആയിട്ട് വേർതിരിച്ചിരിക്കുകയാണ്, മോറോൺസ്, ഇംബസൈൽസ്, ഇഡിയറ്റ്സ്. അപ്പോൾ ജീനിയസ് എന്നത് 140 അതിന് മുകളിലും IQ ഉള്ളവരാണ്. വെരി സുപ്പീരിയർ എന്നതോ 120 139 ഇടയിൽ IQ ഉള്ളവരാണ്. 110 119 ഇടയിൽ IQ ഉള്ളവരാണ് സുപ്പീരിയർ. 90 109 ഇടയിൽ IQ ഉള്ളവരാണ് ആവറേജ്. 80 89 ഇടയിൽ IQ ഉള്ളവരാണ് ഡൾ. 70 79 ഇടയിൽ IQ ഉള്ളവരാണ് ബോർഡർ ലൈൻ. 70 താഴെയുള്ളവർ മന്ദബുദ്ധികളാണ്, ഫീബിൾ മൈൻഡഡ് ആണ്. ഈ മന്ദബുദ്ധികളെ തന്നെ നമുക്ക് 3ആയിട്ട് വേർതിരിക്കാം, മോറോൺസ്, ഇംബസൈൽസ്, ഇഡിയറ്റ്സ്. മോറോൺസ് എന്നാൽ 50 69 ഇടയിൽ IQ ഉള്ളവരാണ്. ഇംബസൈൽസ് എന്നാൽ 25 49 ഇടയിൽ IQ ഉള്ളവരാണ്. ഇഡിയറ്റ്സ് എന്നാൽ 25 താഴെ IQ ഉള്ളവരാണ്. കേട്ടൽ പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം, ടെർമാന്റെ IQ വർഗീകരണ പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായത് ഏതാണ്? തെറ്റായത് ടെർമാന്റെ വർഗീകരണം നമ്മൾ കണ്ടല്ലോ, IQ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വർഗീകരിച്ചത് നമ്മൾ കണ്ടു. അത് മനഃപ്പാഠമാക്കണം എന്ന് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും മനഃപ്പാഠമാക്കുക. എ എന്ന ഓപ്ഷൻ നോക്കാം. 120 മുതൽ 130 വരെ IQ ഉണ്ടെങ്കിൽ അതിബുദ്ധിമാൻ, വെരി സുപ്പീരിയർ എന്ന ഗണത്തിലാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയത്. ശരിയാണ്, പക്ഷെ അത് ചെറിയൊരു മിസ്റ്റേക്ക് 139 വരെ എന്നുണ്ട്. അതൊരു പ്രശ്നമാണോ എന്ന് നമുക്ക് നോക്കാം. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നമ്മൾ വായിച്ചു നോക്കാം. 80 മുതൽ 89 വരെ ബുദ്ധി കുറഞ്ഞവർ അഥവാ ഡള്ള്, അതും ശരിയാണ്. 70 താഴെയുള്ളവരെ മന്ദബുദ്ധികൾ അഥവാ ഫീബിൾ മൈൻഡഡ് എന്ന ഗണത്തിലാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയത്, അതും ശരിയാണ്. ഈ 25 താഴെയുള്ളവരെ മോറോൺ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്, അത് ശരിയല്ല. മോറോൺ എന്നാൽ IQ 50 69 ഇടയിലുള്ളവരാണ്. 25 താഴെയുള്ളവരെ ഇഡിയറ്റ്സ് എന്ന ഗണത്തിലാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഡി ആണ് ശരിയല്ലാത്ത ഉത്തരം അഥവാ തെറ്റായത്. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, ഡി ആണ്. മോറോൺ നടത്തിയിട്ടുള്ള വർഗീകരണ പ്രകാരം തെറ്റായിട്ടുള്ളത് ഡി ആണ്. 25 താഴെയുള്ളവരെ അദ്ദേഹം മോറോൺ എന്നല്ല വിളിച്ചത്, ഇഡിയറ്റ്സ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. 6ാമത്തെ ചോദ്യം, പ്രൈമറി തലത്തിൽ ബോധനത്തിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? പ്രൈമറി തലത്തിൽ ബോധനത്തിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? വിച്ച് മെത്തേഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ പ്രൈമറി ക്ലാസ്സസ്? പ്രൈമറി ക്ലാസ്സുകളിൽ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ആ പഠിപ്പിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? എ ലെക്ചർ രീതി, ബി സെമിനാർ രീതി,
സി കഥ പറച്ചിൽ രീതി, ഡി ചർച്ചാ രീതി. സി ആണ് ഉത്തരം, കഥ പറച്ചിൽ രീതി, സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കഥ കേൾക്കാൻ ഏറെ താല്പര്യമുള്ളവരായിരിക്കുമല്ലോ. അതുകൊണ്ട് പ്രൈമറി തലത്തിൽ ബോധനത്തിന് ഏറ്റവും അനുയോജ്യമായ രീതി കഥ പറച്ചിൽ രീതിയാണ്. സി ആണ് ഉത്തരം. ഏഴാമത്തെ ചോദ്യം. അരുൺ ഒരു മാസമായി സൈക്കിൾ ഓടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും അവന് ശരിയായി സൈക്കിൾ ഓടിക്കാൻ കഴിയുന്നില്ല. ഇത് ഏത് പഠന വൈകല്യത്തെ സൂചിപ്പിക്കുന്നു? അരുൺ ഒരു മാസമായി സൈക്കിൾ ഓടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും അവന് ശരിയായി സൈക്കിൾ ഓടിക്കാൻ കഴിയുന്നില്ല. ഇത് ഏത് പഠന വൈകല്യത്തെ സൂചിപ്പിക്കുന്നു? അരുൺ ഈസ് ട്രൈങ് ടു റൈഡ് ബൈസിക്കിൾ ഫോർ 1 month, but still he cannot ride it smoothly. Which learning disability is this? എ നാമവൈകല്യം അഥവാ ഡിസ്നോമിയ, ബി വായനാ വൈകല്യം അഥവാ ഡിസ്ലെക്സിയ, സി ആലേഖന വൈകല്യം അഥവാ ഡിസ്ഗ്രാഫിയ, ഡി പ്രയോഗ വൈകല്യം അഥവാ ഡിസ്പ്രാക്സിയ. ഡി ആണ് ഉത്തരം, ഡിസ്പ്രാക്സിയ, പ്രയോഗ വൈകല്യം. ഇംഗ്ലീഷ് നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കുക. മലയാള വാക്കിൽ ഒരുപക്ഷെ ചില വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഒക്കെ പല ചോദ്യങ്ങളിലും കാണാറുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് വാക്ക് നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കുക. ഡിസ്പ്രാക്സിയ. ഡിസ്പ്രാക്സിയ എന്നത് കുട്ടിയുടെ പേശി ചലനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആണ് ഡിസ്പ്രാക്സിയയിൽ ഉണ്ടാവുക. ഈ ചോദ്യം അഥവാ ഈ പഠന വൈകല്യങ്ങളുമായി ലേണിംഗ് ഡിസാബിലിറ്റീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് കാറ്റഗറി 1-ൽ കാണാം. നേരത്തെ കാറ്റഗറി 1-ന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ പരിശോധിച്ചാലും നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. കാറ്റഗറി 1-ൽ, കാറ്റഗറി 3-ൽ കാറ്റഗറി 2-ൽ ഇപ്പോൾ ഇത് നമ്മൾ കാണുന്നു. ഇനി കാറ്റഗറി 4-ലും 3-ലും ഒക്കെ ഇത് വന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് പഠന വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗം. അതുകൊണ്ട് ഒന്നുകൂടി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പഠന വൈകല്യങ്ങൾ. പ്രധാനപ്പെട്ട പഠന വൈകല്യങ്ങളെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാം. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അനുമോൾക്ക് വായനാപരമായ ബുദ്ധിമുട്ടുകളും അതിനോട് അനുബന്ധിച്ചുള്ള പഠന പ്രശ്നങ്ങളും ഉണ്ട്. അവൾ അനുഭവിക്കുന്നത് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അനുമോൾക്ക് വായനാപരമായ ബുദ്ധിമുട്ടുകളും അതിനോട് അനുബന്ധിച്ചുള്ള പഠന പ്രശ്നങ്ങളും ഉണ്ട്. അവൾ അനുഭവിക്കുന്നത് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ. എ ആണ് ഉത്തരം, ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ എന്നൊക്കെ പറഞ്ഞാൽ ചില പഠന വൈകല്യങ്ങളാണ്. എന്തൊക്കെയാണ് ഇവ? എന്താണ് പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ് പഠന വൈകല്യങ്ങൾ? ഈ വാക്കുകൾ കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് എന്താണ്? നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഒന്നാമതായി ഡിസ്ലെക്സിയ. സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പഠന വൈകല്യമാണ് ഡിസ്ലെക്സിയ. ഈ കുട്ടികൾക്ക് ഭാഷാ പഠനത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഒരു ഭാഷ സംസാരിക്കുക, എഴുതുക, വായിക്കുക തുടങ്ങിയ മേഖലകളിലൊക്കെ ഈ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ കുട്ടികൾ വാക്കുകൾ തെറ്റിച്ചാണ് ഉച്ചരിക്കുക. അതുപോലെ അക്ഷരങ്ങൾ എഴുതുമ്പോഴൊക്കെ അവ തല തിരിച്ചാണ് അവ എഴുതുക. ഉദാഹരണത്തിന് ന എന്നത് തല തിരിച്ച് ധ എന്നാണ് അവർ വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുക. ഇതിനെയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഭാഷാ പഠനത്തിലുള്ള പ്രശ്നമാണ് അത്. സംസാരിക്കുക, എഴുതുക, വായിക്കുക തുടങ്ങിയ മേഖലയിലൊക്കെ ഉണ്ടാകുന്ന കുഴപ്പമാണ് ഡിസ്ലെക്സിയ. രണ്ടാമത്തേതാണ് ഡിസ്ഗ്രാഫിയ. ഡിസ്ഗ്രാഫിയ എന്നത് കുട്ടിക്ക് ശരിയായി എഴുതാൻ കഴിയാത്ത പ്രശ്നമാണ്. കുട്ടികൾക്ക് ഈ അക്ഷരങ്ങളുടെ രൂപം വല്ലാത്ത ആശയക്കുഴപ്പം ഉണ്ടാക്കും. ഈ അക്ഷരങ്ങളുടെ രൂപം നന്നായി മനസ്സിലാക്കാൻ കുട്ടികൾക്ക് കഴിയില്ല. അതുകൊണ്ട് അവർക്ക് വായിക്കാൻ പ്രയാസം ഉണ്ടാകും. അക്ഷരത്തെറ്റ് കൂടാതെ എഴുതാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇത്തരം കുട്ടികൾക്ക് കേൾവിക്കുറവ് കൂടി ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഡിസ്ഗ്രാഫിയ എന്നത് പ്രധാനമായും എഴുതാൻ കഴിയാത്ത പഠന വൈകല്യമാണ്. ശരിയായ വിധത്തിൽ എഴുതാൻ പറ്റില്ല. അതിന് കാരണം അക്ഷരങ്ങളുടെ രൂപം കുട്ടികളെ കുഴപ്പിക്കുന്നതാണ്. മൂന്നാമത്തത് ഡിസ്കാൽക്കുലിയ. ഡിസ്കാൽക്കുലിയ ഉള്ള കുട്ടികൾക്ക് ഗണിതത്തിലാണ് ബുദ്ധിമുട്ടുണ്ടാവുക. അവർക്ക് കണക്ക് ചെയ്യാനും അതുപോലെ സമയം മനസ്സിലാക്കാനും പണം കൈകാര്യം ചെയ്യുന്നതിനുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും.
ഈ അക്കങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അത് അവർക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുക. പ്ലസും മൈനസും എന്താണ് അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനും ആ കുട്ടികൾക്ക് കഴിയില്ല. അപ്പൊ ഡിസ്കാൽക്കുലിയ എന്നത് ഗണിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. നാലാമത്തെ പഠന വൈകല്യമാണ് ഡിസ്പ്രാക്സിയ. ഡിസ്പ്രാക്സിയ എന്നത് പേശി പ്രവർത്തനങ്ങളിലെ പ്രശ്നങ്ങൾ പഠനത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട്. നമ്മുടെ ശരീരത്തിലെ പേശികളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പഠനത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതിനെയാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. ഇങ്ങനെ പേശികൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ പഠിക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും ചെയ്യാനും നമുക്ക് കഴിയില്ല. ഉദാഹരണത്തിന് പെൻസിൽ എങ്ങനെയാ പിടിക്കേണ്ടത് അത് വേണ്ട വിധം പിടിക്കാൻ കഴിയില്ല, നമ്മുടെ ശരീരത്തിലെ കൈയിലെ പേശികൾ വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ. അതേപോലെ ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ പറ്റില്ല. അതേപോലെ ഷൂ ലേസ് കെട്ടുന്നതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും ഇങ്ങനെ ശരീരത്തിലെ പേശികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ. അങ്ങനെ ശരീരത്തിലെ പേശികളുടെ പ്രവർത്തനത്തിലെ പ്രശ്നങ്ങൾ പഠനത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെയാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്.